നമ്മൾ ദക്ഷിണാമൂർത്തിസ്വാമിയുടെ സംഗീത ജീവിതം പഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ 22 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരിക്കലും ചേരുന്ന ഒരു പ്രായമല്ല, രണ്ടുപേരുടെ ഔട്ട്ലുക്ക് വേറെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകൾ എഴുതിയ ഞാനാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യത്തെ പടം നല്ലതങ്കയാണ്. അത് ഒരു ശ്ലോകം. പലരും പറയും എല്ലാ പാട്ടും അദ്ദേഹമല്ല, രാമാറാവ് എന്നൊരു തെലുങ്കന്. ഇദ്ദേഹം ഒരു ശ്ലോകമേ ചെയ്തിട്ടുള്ളൂ. ശംഭോ ഞാൻ കാൺമതെന്താണ് അടയുകയോ മൽക്കവാടങ്ങളയ്യോ തുടങ്ങും ആ ശ്ലോകം. അത് അഭേദ എഴുതിയ ശ്ലോകമാണ്. ആ ശ്ലോകമാണ് ആദ്യമായി ദക്ഷിണാമൂർത്തിസ്വാമി ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടം 1950 അതാണ് ഞാൻ ആദ്യം കണ്ട എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന സിനിമ നല്ലതങ്ക. അപ്പോൾ എനിക്ക് 10 വയസ്സാണ്. 1950 10 വയസ്സിൽ ഞാൻ കണ്ട സിനിമ. അതിലെ സംഗീത സംവിധാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ടെഴുതാൻ ഞാനാണ്. ഞാൻ 10 വയസ്സിൽ ഞാൻ കണ്ട സിനിമയുടെ സംഗീത സംവിധായകൻ്റെ അദ്ദേഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പാട്ട് എഴുതാൻ കഴിയുന്ന ഗാനരചയിതാവായിട്ട് കഴിഞ്ഞെന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, സ്വാമിക്ക് അദ്ദേഹം സംവിധാന രീതി, നിങ്ങളിപ്പം ചോദിച്ചുകൊണ്ട് പറയും ഓരോ സംഗീത സംവിധാന രീതിയുള്ള ഓരോ രീതി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശാസ്ത്രീയ സംഗീതജ്ഞനാണ്. സിനിമയിൽ വഴിതെറ്റി വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോ ചെമ്മൻകുടി ശ്രീനിവാസോ ആകേണ്ട ആളാണ്. അത്രമാത്രം ശാസ്ത്രീയ സംഗീതത്തിൽ പാരംഗതനാണ്, സമുദ്രമാണ്. അപ്പം അദ്ദേഹം വന്ന സിനിമയിൽ. അപ്പോൾ സിനിമയിൽ വരുമ്പോഴും അദ്ദേഹം കർണാടക സംഗീതമാണ്. അപ്പോൾ നമ്മൾ പാട്ടെഴുതി അദ്ദേഹം ഏത് എഴുതിയാലും ഗമകം വേണം. ഗമകമില്ലാതെ ഒരു പാട്ടും ചെയ്ത് അദ്ദേഹം ഇഷ്ടമല്ല. അപ്പോൾ ഗമകം വേണ്ട എന്ന് പറഞ്ഞാൽ ഗമകമില്ല എന്തോടോ സംഗീതം മിണ്ടായിരിക്കും എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടി കൊടുക്കുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഹൃദയ സരസിലേക്ക് കഴിഞ്ഞ്, അപ്പോൾ ഞാനൊരു സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഗമകത്തിനോട് വിടും, യാത്ര പറ, ഗമകം വേണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചന്ദ്രികയിൽ ചന്ദ്രകാന്ത് ഉദാഹരണം, ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റ് സോങ്ങാണ് ചന്ദ്രികയിൽ ചന്ദ്രകാന്ത്. അപ്പോൾ ചന്ദ്രികയിൽ അലയുന്നേ വരൂ സ്വാമിക്ക്. സ്വാമി ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ നമ്മൾ വരികളങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരികൾ വായിച്ച് പുള്ളി ആദ്യം പുള്ളിക്കാണ് ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന് പാടും. അപ്പോൾ ഞാൻ എൻ്റെ സ്വാമി അത് വേണ്ട സ്വാമി, ഗമകം വേണ്ട സ്വാമി, ലളിതമായി പറഞ്ഞാൽ അത് സംഗീതമല്ല, അതാന്ന് ഞാൻ മനസ്സിലാക്കുക. പിന്നെ വർത്താനം പറഞ്ഞാൽ പോയി ആനങ്ങ് പറ ചന്ദ്രകാന്ത്, ഞാനിതിന് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയും. അദ്ദേഹത്തെ കൊണ്ടാണ് ഞാൻ പി ഭാസ്കരൻ, എൻ്റെ ഗുരുവായ പി ഭാസ്കരൻ മാസ്റ്റർ നിർമ്മിച്ച സിനിമയ്ക്ക് ഞാൻ കഥയും സംഭാഷണവും പകുതി പാട്ടുകൾ എഴുതുന്നു. വിലയ്ക്ക് വാങ്ങിയ വീണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട്, അപ്പോൾ ഭാസ്കർ മാസ്റ്റർ തമ്പി ഇന്ന പാട്ടൊക്കെ തമ്പി എഴുതും, അത് തമ്പി എഴുതുക. അദ്ദേഹം മഹാമനസ്കനാണ്. അദ്ദേഹം പറയുന്നത് ഈ പാട്ടൊക്കെ തമ്പി എഴുതുന്നത് കുറേ നന്നാവും. അങ്ങനെ പറയുക, ഒരു ഗുരു പറയുക ശിഷ്യനോട്, ഇത് തമ്പി എഴുതി കുറച്ച് നന്നാവും, തമ്പി എഴുതും. അങ്ങനെ സിറ്റുവേഷൻ എനിക്ക് 4 സിറ്റുവേഷൻ തന്നു, അദ്ദേഹം 5 സിറ്റുവേഷൻ എഴുതുന്നു. അപ്പോൾ ഞാൻ എഴുതി ഒരു പാട്ട് വളരെ സൂപ്പർ ഹിറ്റാണ്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏത് പകലും രാത്രിയാകും, ആ നക്ഷത്ര വാരഴിഞ്ഞാൽ ആകാശമാകും. അങ്ങനെ എന്തോ ആണ് തുടക്കം ഇങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്വാമി ട്യൂൺ ചെയ്യുന്നു. അവൾ നടന്നാൽ ഭൂമി ആ കുളിരിൽ പൂക്കൾ വിടരും, ഇങ്ങനെ സ്വാമി ചെയ്യാണ്. പലതരത്തിൽ പല രാഗങ്ങൾ. ഈ പറഞ്ഞ ഒരു നിമിഷത്തിൽ രാഗങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ആ വരികൾ ഇങ്ങനെ പല രാഗങ്ങളിൽ പാടിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സ്വാമി ഈ പാട്ട് കോളേജ് പിള്ളേർ പാടി കിടക്കേണ്ട പാട്ടാണ്. ഞാൻ പറഞ്ഞു, അല്ല അവൾ നടന്നാൽ ഭൂമി തരിക്കും, അത് അവൾ നടന്നാൽ ഭൂമി കുലുങ്ങുന്നൊക്കെ പറഞ്ഞ് പാടി ഉണ്ടാക്കി. പിന്നെ പിള്ളേർ പാടി, കാളി പിള്ളേർ തടിച്ച പെണ്ണുങ്ങൾ നടന്നു പോകുമ്പോൾ അവൾ നടന്നാൽ ഭൂമി കുലുങ്ങുന്നൊക്കെ പാടാൻ. അപ്പോൾ എനിക്ക് അന്നേ അറിയാം ഇങ്ങനൊരു പാട്ട് കോളേജിൽ ഹിറ്റാവും. അപ്പോൾ ഇത് അവൾ ചിരിച്ചാൽ, അപ്പോൾ ഒരുപാട് സ്വാമി പറഞ്ഞു. അപ്പം ഞാൻ ഈ ജയമാരുതി പ്രൊഡക്ഷൻസ് ടി വാസു എന്നൊരു നിർമ്മാതാവുണ്ട്. അദ്ദേഹമാണ് ആദ്യത്തെ ജയശ്രീലാൽ അവാർഡ് കിട്ടിയ ആൾ.
54 പടം പ്രൊഡ്യൂസ് ആൾ. അപ്പോൾ അദ്ദേഹം ആണ് നിർമ്മാതാവ്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഒരു പാട്ട് സിമ്പിളായി ചെയ്യാൻ സ്വാമിയോട് പറയണം. സ്വാമി അത് തമ്പി പറയുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്യുക, അത് വലിയ രാഗമൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളി പിന്നെയും ചെയ്യുന്നത് ഗമകമാണ്. പിന്നെ ഗമകം മാറി മാറി വരും. ഓടി ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മാഷേ സ്വാമി നമുക്ക് കുറച്ചുകൂടെ ലളിതമാകും, എന്നാൽ പിന്നെ ലളിതം താൻ ഉണ്ടാക്കി പാടി കേൾപ്പിക്കല്ലേ. സ്വാമി ദേഷ്യത്തിൽ ലളിതം താൻ ഉണ്ടാക്കൂ, എന്നെ പാടി കേൾപ്പിക്കുക, ഞാൻ തന്നെ അനുകരിക്കാം, ഞാൻ പാടട്ടെ എന്ന് ചോദിച്ചു. ആ പാട്. അപ്പോൾ ഇത് അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. സ്വാമി മുത്തോ എന്ന് വേണ്ട, മുത്തോ മാത്രം മതി, അവിടെ ഗമകം വേണ്ട അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്തതാണ് ഇപ്പോഴത്തെ അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. പക്ഷെ അവിടെ സ്വാമി വന്നു, അതാ വ്യക്തിത്വം, മനസ്സിലാക്കണം. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. അവിടെ ദക്ഷിണാംശം വന്നു, ഗമകം കളഞ്ഞിട്ട് ദക്ഷിണാംശം ഉണ്ട് അവിടെ. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം സ്വാമിയുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. സ്വാമി അവസാനം എന്ത് പറ്റിച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ടീമിൽ സ്വാമിയുടെ മാറ്റം ഭയങ്കര സ്വാമിയെ സഹായിച്ചു. ജനകീയമായി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനകീയമായി, അദ്ദേഹത്തിൻ്റെ ട്യൂൺസ് ഏറ്റുപാടുക. കാരണം ഞാനിങ്ങനെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം കുറച്ച് കൊണ്ടുവന്ന് അദ്ദേഹം അതിൽ, അപ്പോൾ പിന്നെ ഇത് വേണ്ടല്ലേ, നമുക്ക് താൻ പറഞ്ഞ പോലെ ചെയ്യാം അല്ലേ, ചെയ്യാൻ തുടങ്ങി.